ഹായ് എല്ലാവർക്കും വിഷ്ണുശാലിനിയുടെ മറ്റൊരു മനോഹരമായ എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. റോഷ്നിയുടെ പാർട്ടിക്ക് പോകാനായി റോഡിലൂടെ നടന്നു പോവുകയാണ് ശാരിക. അതേസമയം ശാരികയെ റോഡിൽ വെച്ച് കാണുകയാണ് രാജീവ്. വണ്ടി നിർത്തി രാജീവ് ചോദിക്കുകയാണ്, ആരാ ഇത്? ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു കണ്ടുമുട്ടലാണല്ലോ. ശാരിക രാജീവിനെ കണ്ട മനസ്സിൽ കരുതുകയാണ്, ദൈവമേ, റോഷ്നി ക്ഷണിച്ച പാർട്ടിക്ക് വേണ്ടി ഞാൻ പോവുകയാണെന്ന് എങ്ങനെ പറയും? സാറ് തെറ്റിദ്ധരിച്ചാലോ എന്നൊക്കെ ആലോചിച്ച് നിൽക്കുകയാണ് ശാരിക. അന്നേരം രാജീവ് ചോദിക്കുകയാണ്, എന്താടോ താൻ പെട്ടെന്ന് അങ്ങ് ഊമയായി പോയോ? എന്താ സാറേ? അതെ, താൻ ഇത് എങ്ങോട്ടാടോ? അത് ഞാനൊരു ഫ്രണ്ടിനെ കാണാൻ. അപ്പൊ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടോ ഇയാൾക്ക്? ഞാൻ കരുതിയത് ആളൊരു ഒറ്റക്കുയിലാണെന്നാണല്ലോ. ഒറ്റക്കുയിലോന്ന് ശാരിക ചോദിക്കുമ്പോൾ രാജീവ് പറയുകയാണ്, കേട്ടിട്ടില്ലേ, ഇണയെ തേടി ഒറ്റയ്ക്ക് പാടുന്ന കുയില്, അതാണ് ഒറ്റക്കുയിൽ. അതിന്റെ പാട്ടിന് മധുരം കൂടുമെന്നാണ് നാട്ടുകാരൊക്കെ പറയുന്നത്. ദേ ഇങ്ങനെ എന്ന് പറഞ്ഞ് വെറുതെ ഇരുന്ന് കൂവുകയാണ് രാജീവ്. ആകെ പരിഭ്രമിച്ച് ചുറ്റുമൊക്കെ നോക്കി നിൽക്കുകയാണ് ശാരിക. രാജീവ് ചോദിക്കുകയാണ്, ഒരു തമാശ പറഞ്ഞിട്ട് ഇതങ്ങോട്ട് ഏറ്റില്ലല്ലോടോ. ഇയാള് വേറെ ഏതോ ലോകത്താണല്ലോ. ഏയ് അങ്ങനെയൊന്നും ഇല്ല സാർ, ഞാൻ വെറുതെ. ഓ, എങ്കിൽ ഞാനൊരു മോശം തമാശ പറച്ചിൽക്കാരനായിരിക്കും. സാരമില്ല, എന്തായാലും എന്റെ തമാശ കേട്ട് ക്ലാസ്സിലെ സ്റ്റുഡൻസ് ഒക്കെ ചിരിക്കാറുണ്ട് കേട്ടോ. ചിലപ്പോ സാറിനെ സങ്കടപ്പെടുത്തേണ്ട എന്ന് കരുതിയായിരിക്കും ചിരിക്കുന്നത്. ആദ്യാനെ പിണക്കിയിട്ട് വെറുതെ ഗുരുശാപം ഏൽക്കേണ്ടെന്ന് കരുതിയായിരിക്കും. അതും പറഞ്ഞ് വീണ്ടും ചിരിക്കുകയാണ് രാജീവ്. പക്ഷെ ആകെ പരിഭ്രമിച്ച് തന്നെ നിൽക്കുകയാണ് ശാരിക. രാജീവ് കരുതുകയാണ്, ഏറ്റില്ല, സോറി, ഇനി എന്തായാലും തമാശയില്ല. ഇയാളെ പോലെ കുറച്ച് സീരിയസ് ആയി കളയാം. അല്ല, അപ്പോൾ എങ്ങനെയാ നമ്മുടെ കാര്യങ്ങളൊക്കെ? എന്ത് കാര്യം? എടോ, ഒന്നും അറിയാത്തവനെ പോലെ സംസാരിക്കരുത്. എനിക്കുള്ള ഭക്ഷണവുമായി ഒരുപാട് കാലം കാത്തിരിപ്പിക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ തന്നെ കാണാൻ തന്നെ ഇരുന്നതാണ്. അതെ, അന്ന് ശാരദാമ്മ പറഞ്ഞതുപോലെ ഞാൻ എന്റെ അമ്മയെയും അമ്മാവനെയും കൊണ്ടുവരട്ടെ വീട്ടിലോട്ട്, ഇവിടെ കല്യാണാലോചനയ്ക്ക് എന്ന് പറയുമ്പോൾ പെട്ടെന്ന് ശാരിക പറയുകയാണ്, അയ്യോ, അതുടനെ വേണ്ട സാർ. അതെന്ത് പറ്റി വേണ്ടാത്തത്? എടോ, പിന്നാലെ നടന്ന് നടന്ന് നമ്മുടെ തോണി ഒടുവിലൊരു കരയ്ക്കടുത്തു എന്ന് കരുതിയതാണ്. അപ്പോ ഇയാള് വീണ്ടും നിസ്സഹരണം തുടങ്ങിയോ? ഞാൻ നേരത്തെ പറഞ്ഞു സാറിനോട്, തൽക്കാലം ഒരു കല്യാണത്തെ പറ്റി ചിന്തിക്കാനുള്ള സാഹചര്യമല്ല ഞങ്ങളുടേത്. ഇപ്പോൾ ഈ ദിവസങ്ങളിൽ ആവശ്യം കുറച്ച് പണമാണ്. എടോ, അതൊക്കെ നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞതല്ലേ. ഞാൻ കുറച്ച് പണം തന്ന് ഹെൽപ്പ് ചെയ്യാന്ന് പറഞ്ഞപ്പോൾ അതും വേണ്ടാന്ന് പറഞ്ഞു താൻ. പിന്നെ ഇയാളോട് ഞാൻ സ്ത്രീധനമൊന്നും ചോദിച്ചില്ലല്ലോ. കല്യാണം കഴിഞ്ഞെന്ന് കരുതി കുടുംബശ്രീക്കാർക്ക് ഞാനൊരു സഹായമാകത്തല്ലേ ഉള്ളൂ. അപ്പോ നമുക്ക് ഒരുമിച്ച് ശ്രമിക്കാം. അപ്പോൾ ഈ പണത്തിന്റെ കോംപ്ലിക്കേഷനൊക്കെ മാറുമല്ലോ. ഏയ്, സാർ എന്തിനാ വെറുതെ ഭാരമെടുത്ത് തലയിൽ വെക്കുന്നത്? ഞങ്ങൾക്ക് ഞങ്ങളുടേതായ ചില ശ്രമങ്ങൾ നടത്തി കര പറ്റണം എന്നാണ് ആഗ്രഹം. കല്യാണം കഴിഞ്ഞാൽ ചിലപ്പോൾ അതൊന്നും നടന്നില്ല എന്ന് വരും. അതുകൊണ്ട് എന്ന് ശാരിക പറയുമ്പോൾ പെട്ടെന്ന് വണ്ടി നിർത്തി വണ്ടിയിൽ നിന്നും ഇറങ്ങുകയാണ് രാജീവ്. സോറി, എനിക്ക് താനീ പറയുന്നതൊന്നും മനസ്സിലാകുന്നില്ല. നമ്മൾ രണ്ടുപേരും പരസ്പരം മനസ്സിലാകാത്ത രണ്ട് ഭാഷ സംസാരിക്കുന്നത് പോലെ ആണ് സാർ. നമ്മൾ ഇപ്പോഴും രണ്ട് ലോകത്താണ്. ഭാഷ മാത്രമല്ല, ജീവിതവും അങ്ങനെ തന്നെയാണ്. സാറ് തെളിച്ചമുള്ള ഭാഷ സംസാരിച്ച് വെളിച്ചമുള്ള ലോകത്ത് ജീവിക്കുന്നു. ഞാൻ മനസ്സിലാകാത്ത ഭാഷ പറഞ്ഞ് ദാരിദ്ര്യത്തിന്റെ ഇരുട്ടിലും അതൊന്ന് മിന്നി തെളിച്ചെടുക്കാനുള്ള ശ്രമത്തിലാണ് ഞാനിപ്പോൾ. തൽക്കാലം കല്യാണമെന്ന് പറഞ്ഞ് ബുദ്ധിമുട്ടിപ്പിക്കരുത്. എനിക്ക് പോണം എന്ന് പറഞ്ഞ് അവിടെ നിന്ന് നടക്കുകയാണ് ശാരിക. പിന്നീട് കാണിക്കുന്നത് റോഷ്നിയുടെ പാർട്ടിയാണ്. അവിടെ പാർട്ടിയിൽ ഡാൻസും പാട്ടും ഒക്കെ അരങ്ങേറുകയാണ്. അന്നേരം റോഷ്നിയോട് ഒരാൾ ചോദിക്കുകയാണ്, താൻ എന്നെ അന്വേഷിച്ചു എന്ന് കേട്ടല്ലോ. റോഷ്നി പറയുകയാണ്, പുതിയൊരു ആപ്ലിക്കന്റ് വന്നിട്ടുണ്ട് സാർ, പ്രാരബ്ധക്കാരിയാണ്, നാടൻ ലുക്കാണ്. അന്നേരം അയാൾ പറയുകയാണ്, ഓ ഗ്രേറ്റ്, എനിക്ക് ഈ നാടൻ ലുക്കുകളോട് വല്ലാത്ത ക്രൈസ് ആണ്. എവിടെ? ഫോട്ടോയുണ്ടോ? ഫോട്ടോ ഒന്നുമില്ല, ആളിനെ തന്നെ പച്ച ജീവനോടുകൂടി കാണിക്കാം. ആളിപ്പോ എത്തും, വിത്തിൻ മിനിറ്റ്സ്. അന്നേരം അയാൾ പറയുകയാണ്, ഓ ഗ്രേറ്റ്. പിന്നെ ഒരു കാര്യം, സാറി പുതിയ കുട്ടികളെ പരിചയപ്പെട്ടു കഴിയുമ്പോൾ എന്നെ മറക്കരുത്. അതെങ്ങനെ മറക്കും? എല്ലാവരെയും കണക്ട് ചെയ്ത് തരുന്നത് താനല്ലേ. പിന്നെ അതിനായിട്ടല്ലേ ഇടയ്ക്കിടയ്ക്ക് നമ്മളിങ്ങനെ ഇതുപോലെയുള്ള പാർട്ടികൾ നടത്തുന്നത്. അതിലൊന്നും കാര്യമില്ല സാർ. ഗോൾഡ് ഫിഷിനെ പിടിക്കണമെങ്കിൽ സ്വർണ്ണവല തന്നെ എറിഞ്ഞേ പറ്റൂ. ഞാനിവിടെ എത്തിക്കുന്നത് ചാളയും ചൂരയും ഒന്നുമല്ല, നല്ല സ്വർണ്ണ മത്സ്യങ്ങൾ തന്നെയാണ്. അതിനിങ്ങനെ പാർട്ടിയൊക്കെ നടത്തിയേ പറ്റൂ. അന്നേരം അവിടേക്ക് വരികയാണ് ശാരിക. ശാരികയെ കണ്ട് റോഷ്നി പറയുകയാണ്, ആ ആളെത്തിയല്ലോ എന്ന് പറയുമ്പോൾ ശാരികയെ കണ്ട് രണ്ടുപേരും എഴുന്നേറ്റ് നോക്കുകയാണ്. ആ പാർട്ടിയുടെ ബഹളമൊക്കെ കണ്ട് ഒന്ന് പരിഭ്രമിച്ചു നിൽക്കുകയാണ് ശാരിക. ശാരികയെ കണ്ട് അയാൾ പറയുകയാണ്, വാവ്, ഷീ ഈസ് വെരി ബ്യൂട്ടിഫുൾ. എന്നാൽ പിന്നെ സാർ അങ്ങോട്ട് മാറി നിൽക്ക്. ഞാൻ സാറിനെ കുറിച്ചൊരു ഇൻട്രൊഡക്ഷൻ കൊടുത്തിട്ട് ആളിനെ കൊണ്ടുവരാം. ശാരികയുടെ അടുത്തേക്ക് ചെന്ന് റോഷ്നി പറയുകയാണ്, ഹായ് ശാരിക, നീ എന്നെ പറ്റിക്കുമെന്ന് എനിക്ക് തോന്നിയിരുന്നോ? നീ വന്നല്ലോ, സന്തോഷം. എങ്ങനെ വരാതിരിക്കും? അല്ലെങ്കിൽ നീ വീട്ടിൽ വന്ന് എന്നെ അറസ്റ്റ് ചെയ്യും എന്നല്ലേ പറഞ്ഞത്? അല്ല, നീ ആകെ മാറിപ്പോയല്ലോ.
ഡ്രസ്സിംഗ് അടക്കം മൊത്തത്തിൽ വല്ലാതെ മോഡേണായി മാറി. നിനക്ക് ഇഷ്ടപ്പെട്ടോ? കൊള്ളാം, നല്ല കളർഫുൾ ആണല്ലോ, താങ്ക്സ് പറയുകയാണ് റോഷ്നി. മനസ്സിന്റെ സന്തോഷമാണ് മുഖത്ത് പ്രതിഫലിക്കുന്നത്. പണ്ടെന്റെ ജീവിതം മൊത്തം ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിരുന്നു. മാരേജ് കഴിയുമ്പോൾ കുറച്ച് മാറ്റമുണ്ടാകും എന്നൊക്കെ കരുതിയെങ്കിലും അതും പൊട്ടിപ്പോയി. പിന്നെ ഈ ജോലിയാണ് എന്നെ രക്ഷിച്ചത്. ഇപ്പോ ജീവിതം ഒരു സൂപ്പർ സ്റ്റാർ പടം പോലെ കളർഫുൾ ആണ്. പാട്ടും ഡാൻസും പണവും പദവിയും ബാങ്ക് ബാലൻസും ഒക്കെ. ചുറ്റുമൊക്കെ നോക്കിയിട്ട് ശാരിക ചോദിക്കുകയാണ്, ഈ പാർട്ടി നീ നടത്തുന്നതാണോ? അതെ, ഞങ്ങളുടെ കമ്പനിയിൽ മിക്കവാറും ഉണ്ടാകും ഇതുപോലുള്ള പാർട്ടികൾ. ഓരോരുത്തർക്കും കിട്ടുന്ന വരുമാനം വെച്ച് നോക്കുമ്പോൾ ഇതൊക്കെ നിസ്സാരമാണ്. അത്രയ്ക്കും വരുമാനമുണ്ടോ നിങ്ങളുടെ കമ്പനിയിലെ ജോലിക്കാർക്ക്? പിന്നല്ലാതെ, മനസ്സറിഞ്ഞ ജോലി ചെയ്താൽ ഓരോ ആഴ്ചയിലും ലക്ഷങ്ങൾ വാരാം. ഇതിപ്പോ കമ്പനിയുടെ സോണൽ മാനേജർ ഞാൻ ആയതിന്റെ പാർട്ടിയാണ്. എന്റെ വരുമാനം എത്രയാണെന്ന് നിനക്ക് ഊഹിക്കാൻ പറ്റുമോ? ഇല്ലെന്ന് ശാരിക പറയുമ്പോൾ റോഷ്നി പറയുകയാണ്, ഒരു മാസം 4 ലക്ഷം അടുപ്പിച്ചുണ്ട്. 4 ലക്ഷമോന്ന് അതിശയിച്ച് ചോദിക്കുകയാണ് ശാരിക. റോഷ്നി ചോദിക്കുകയാണ്, എന്താ നിനക്ക് എന്റെ കൂടെ കൂടാൻ തോന്നുന്നുണ്ടോ? ലക്ഷങ്ങളിട്ട് അമ്മാനമാടാം. ക്ഷമിച്ച് ശാരിക പറയുകയാണ്, അതിന് എനിക്ക് നിന്റെ അത്ര പഠിപ്പൊന്നും ഇല്ലല്ലോ. ഇതിന് പഠിപ്പിന്റെ ഒന്നും ആവശ്യമില്ലടി, വായി കിടക്കുന്ന നാക്കിന്റെ സാമർഥ്യം വേണം, അത്രയുള്ളൂ. ക്ലയൻസിനോട് സംസാരിക്കാനും ക്യാൻവാസ് ചെയ്യാനും ഒക്കെ കമ്പനിയുടെ സ്പെഷ്യൽ ട്രെയിനിങ്ങും ഉണ്ട്. 2 ആഴ്ചത്തെ ട്രെയിനിങ് കഴിഞ്ഞിറങ്ങുമ്പോൾ ഏത് മിണ്ടാപ്പൂച്ചയും നല്ല കിളികിളി പോലെ സംസാരിച്ചു തുടങ്ങും. ശാരിക ചോദിക്കുകയാണ്, എന്ത് ബിസിനസ്സാണ് നിങ്ങൾ ഈ സംസാരിച്ച് ലാഭമാക്കുന്നത്? ഓൺലൈൻ മാർക്കറ്റിംഗ് എന്ന് പറയാം. ആഗോള പ്രശസ്തങ്ങളായ ചില സൗന്ദര്യ വസ്തുക്കളുടെ കച്ചവടം. അത് പൊതുവിപണിയിൽ കിട്ടില്ല. ഞങ്ങളുടെ കമ്പനിയിലെ ഓൺലൈൻ ട്രാൻസാക്ഷനിലൂടെ മാത്രമേ കിട്ടുകയുള്ളൂ. നല്ല ഗുണം ചെയ്യുന്ന സാധനങ്ങളാണെന്ന് വരുത്തി തീർത്ത് നമ്മൾ ഒരാളെ കൊണ്ട് കമ്പനിയുടെ പ്രോഡക്ട്സ് വാങ്ങിപ്പിക്കുന്നു എന്ന് കരുതുക. അയാൾ മറ്റൊരാളെ കൊണ്ട് കമ്പനിയുടെ പ്രോഡക്ട്സ് വാങ്ങിപ്പിച്ചാൽ അതിന്റെ മാർജിനായിട്ട് ഒരു വിഹിതം കൂടി നമുക്ക് കിട്ടും, ബോണസ് ആയിട്ട്. അതെയോ? അതെ, കുറച്ചുപേരെ ചേർത്തിട്ട് പിന്നീട് വെറുതെ വീട്ടിലിരുന്നാലും നമ്മുടെ അക്കൗണ്ടിലേക്ക് പണം എത്തിക്കൊണ്ടിരിക്കും. അല്ല, നീ നമ്മുടെ കമ്പനി MD ബോബൻ ജോണിനെ പരിചയപ്പെട്ടില്ലല്ലോ? മലയാളിയാണ്, നല്ല സൂപ്പർ കക്ഷി. ബ്രേക്ക്ഫാസ്റ്റ് ലണ്ടനിൽ, ലഞ്ച് സിംഗപ്പൂരിൽ, അത്താഴം ദുബായിൽ, അങ്ങനെ പറന്നു നടക്കുന്ന ഒരാൾ. ആ നിൽക്കുന്നതാ കക്ഷി എന്ന് പറഞ്ഞ് ബോബൻ ജോണിനെ ചൂണ്ടിക്കാട്ടുകയാണ് റോഷ്നി. റോഷ്നി പറയുകയാണ്, ഒരർത്ഥത്തിൽ എന്റെ കാണപ്പെട്ട ദൈവം. ജോലി തുടങ്ങുന്നതിന് മുമ്പേ അദ്ദേഹം തന്ന 20 ലക്ഷം രൂപയുടെ അഡ്വാൻസ് കൊണ്ടാണ് ഞാൻ എന്റെ കടങ്ങൾ മൊത്തം തീർത്ത് ജീവിതത്തിൽ പിടിച്ച് കയറിയത് തന്നെ. അന്നേരം ശാരിക ചോദിക്കുകയാണ്, 20 ലക്ഷം രൂപ അഡ്വാൻസോ? അതെ, ജോലി ചെയ്തു തുടങ്ങിയാൽ പിന്നെ 5-6 മാസം കൊണ്ട് നമ്മുടെ ശമ്പളത്തിൽ നിന്നും അത് തിരികെ പിടിക്കാമല്ലോ. എന്നാലും അത് തരാനുള്ള ഒരു മനസ്സ് വേണമല്ലോ. വലിയ മനസ്സുള്ള ഒരാളാണ് ബോബൻ സാറ്. ഒരു ലാഭേച്ഛയും ഇല്ല. അദ്ദേഹത്തിനൊപ്പം നമ്മളും വളരണം എന്നേയുള്ളൂ. അതെ, വാ, നിനക്ക് ഞാൻ പരിചയപ്പെടുത്തി തരാം. അന്നേരം മടിച്ച് ശാരിക പറയുകയാണ്, അയ്യോ വേണ്ട, അത്രയും വലിയ ആളെയൊന്നും എനിക്ക് പരിചയപ്പെടേണ്ട. എനിക്ക് പേടിയാണ്. ശരി, പേടിയാണെങ്കിൽ നീ ഇവിടെ നിൽക്ക്, ഞാൻ ആളെ ഇങ്ങോട്ട് കൊണ്ടുവരാം. അയ്യോ വേണ്ടടീന്ന് ശാരിക പറയുമ്പോൾ റോഷ്നി പറയുകയാണ്, വേണം. ഇന്ന് നിന്റെ തലവിധി ഞാൻ മാറ്റാൻ പോവുകയാണ്. ശാരി വാ എന്നും പറഞ്ഞ് ശാരിയെ വിളിക്കുകയാണ് റോഷ്നി. അന്നേരം ശാരികയുടെ ഫോണിലേക്ക് രാജീവ് വിളിക്കുകയാണ്. ശാരിക പറയുകയാണ്, ആരോ വിളിക്കുന്നുണ്ട്, യു ക്യാരി ഓൺ എന്ന് പറഞ്ഞിട്ട് റോഷ്നി അവിടെ നിന്ന് മാറുകയാണ്. രാജീവ് സംസാരിക്കുകയാണ്, ഹലോ. ഹലോ മാഡം, ഇത് ഞാനാണ് രാജീവ്. രാജീവ് സാറോ? സാറിന് എങ്ങനെയാണ് എന്റെ നമ്പർ കിട്ടിയത്? അത് കൊള്ളാം, തന്റെ അനിയത്തി എന്റെ സ്റ്റുഡന്റ് ആണ് എന്നുള്ള കാര്യം താനങ്ങ് മറന്നു. അല്ലടോ, എന്താടോ അവിടെ ഒരു ബഹളമൊക്കെ കേൾക്കുന്നത്? അത് ഞാനിപ്പോൾ തിരക്കുള്ള സ്ഥലത്താണ്, പിന്നീട് ഞാൻ തിരിച്ചു വിളിച്ചോളാം. ഓ മതി മതി, ഓക്കെ എന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യുകയാണ് രാജീവ്. ഫോൺ വെച്ച് രാജീവ് ചിന്തിക്കുകയാണ്, ഇയാളെന്താ ഇത്രയ്ക്ക് ബിസി? അന്നേരം റോഷ്നി ബോബൻ ജോണിനെയും കൂട്ടി വരികയാണ്. ശാരി, ഇതാണ് ബോബൻ സാർ. അദ്ദേഹം പറയുകയാണ്, നമസ്കാരം, നമ്മുടെ കമ്പനിയിലെ എഫിഷ്യന്റ് വർക്കേഴ്സിൽ ഒരാളാണ് റോഷ്നി. റോഷ്നിയുടെ സ്കൂൾമേറ്റിനെ പരിചയപ്പെടാനായതിൽ വളരെ സന്തോഷം. പ്ലീസ് കം, നമുക്ക് അങ്ങോട്ടിരുന്ന് സംസാരിക്കാം. 3 പേരും കൂടി ഒരു സ്ഥലത്തിരുന്ന ശേഷം ബോബൻ ചോദിക്കുകയാണ്, ശാരികയ്ക്ക് ഞങ്ങളുടെ കമ്പനിയിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെന്ന് റോഷ്നി പറഞ്ഞു. യു അണ്ടർസ്റ്റുഡ്, യു ഓൾവേസ് വെൽക്കം. അയ്യോ സാർ, എനിക്ക് വീട്ടിൽ ചോദിക്കാതെ? ആയിക്കോളൂ, എനി ടൈം വെൽക്കം എന്ന് പറയുകയായിരുന്നു. റോഷ്നി പറയുകയാണ്, അവളൊന്നും തുറന്നു പറയുന്ന കൂട്ടത്തിൽ അല്ല സാർ. ശാരികയുടെ ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ട് കുറച്ച് മോശമാണ്. അതിനെന്താ, നമുക്കൊരു അഡ്വാൻസ് കൊടുക്കാമല്ലോ. അന്നേരം സന്തോഷിക്കുകയാണ് ശാരിക. പിന്നീട് ബോബൻ പറയുകയാണ്, ബൈ ദ ബൈ, അടുത്ത ദിവസങ്ങളിലെങ്ങാനും ഒരു തീരുമാനം അറിയിക്കുക. എങ്കിൽ എന്നെ വന്ന് കാണുക. കുറച്ച് ദിവസത്തേക്ക് ഞാൻ കേരളത്തിൽ ഉണ്ടാകും. റോഷ്നിക്കറിയാം എന്റെ വീട്, ഇവൾക്കൊപ്പം വന്നാൽ മതി. ശരിയപ്പോ നമുക്ക് കാണാം, ബൈ എന്ന് പറഞ്ഞ് ശാരികയ്ക്ക് കൈകൊടുക്കുകയാണ് ബോബൻ. അതിനുശേഷം രഹസ്യമായി റോഷ്നിയോട് പറയുകയാണ്, എനിക്കിവളെ വേണം.
നീ ഇവൾക്ക് വിലയിട്ടോ, തരാൻ ഞാൻ റെഡിയാണ്. ശരിയെന്നും പറഞ്ഞ് അവിടെ നിന്നും പോവുകയാണ് ബോബൻ ജോൺ. പിന്നീട് റോഷ്നി പറയുകയാണ്, സംഗതി സെറ്റാണ്, കൺഗ്രാറ്റുലേഷൻസ്. പിന്നീട് കാണിക്കുന്നത് കുടുംബശ്രീ ഹോട്ടലാണ്. അവിടെ ക്യാഷ് കൗണ്ടറിൽ ആകെ വിഷമിച്ചിരിക്കുകയാണ് ശാരദാമ്മ ശ്രീരഞ്ജിനിയുടെ മുന്നിൽ വെച്ച് രാജേശ്വരിക്ക് അവധി പറഞ്ഞ കാര്യങ്ങൾ ആലോചിച്ച് വിഷമിച്ചങ്ങനെ ഇരിക്കുകയാണ്. അന്നേരം വിഷ്ണുവിന്റെ വീട്ടിൽ നിന്നും തിരികെ അവിടെ എത്തുകയാണ് ശാലിനി. കൂട്ടിൽ നിന്നും ഇറങ്ങി ശാലിനി ചിന്തിക്കുകയാണ്, അർജുനേട്ടനെ ഒന്ന് വിളിച്ചു നോക്കണോ, അല്ലെങ്കിൽ പ്രീതിയെ. ആ സത്യഭാമ എങ്ങാനും ആളെ കണ്ടാൽ മൊത്തം കുഴപ്പമാകും എന്നുള്ളത് ഉറപ്പാണ്. 24 മണിക്കൂറും ബെഡ് റെസ്റ്റ് വേണമെന്താനും. ഒരു ഹോസ്പിറ്റലിലെങ്ങാനും ആക്കിയിരുന്നെങ്കിൽ ഈ ടെൻഷനൊന്നും ഇല്ലായിരുന്നു. പ്രീതിയെ ഇടയ്ക്കൊന്നും വിളിച്ചു നോക്കാം, ഇപ്പോൾ വേണ്ട. കടയിലേക്ക് കയറിയ ശാലിനി വിഷമിച്ചിരിക്കുന്ന ശാരദാമ്മയെ ശ്രദ്ധിക്കുകയാണ്. അതേസമയം ഓട്ടോയിൽ അവിടെ തിരികെ എത്തുകയാണ് ശാരികയും. അമ്മയെന്ന് ശാലിനി വിളിക്കുമ്പോൾ ശാരദാമ്മ അത് കേൾക്കുന്നില്ല. പിന്നീട് മേശപ്പുറത്ത് കൈതട്ടി ശാലിനി വിളിക്കുമ്പോൾ ശാരദാമ്മ അത് കേൾക്കുകയാണ്. എന്താടി ഇങ്ങനെ കിടന്ന് വിളിച്ചു കൂവുന്നത്, നിനക്കെന്താ വേണ്ടത്? ഞാൻ വിളിച്ചു കൂവിയതൊന്നും അല്ല, ഇങ്ങോട്ട് വന്ന് കയറിയപ്പോൾ അമ്മ ഏതോ സങ്കടക്കയത്തിൽ മുങ്ങി താണുകയായിരുന്നു. അതൊന്ന് എന്താണെന്ന് പറഞ്ഞാൽ മതി, ഞാനെങ്ങ് പൊയ്ക്കോളാം. അതൊക്കെ എന്താണെന്ന് പുതിയതായി പറയണോ? അതൊക്കെ പഴയ തന്നെ. ഈ ഹോട്ടലിനെയും ഇവിടത്തെ ആൾക്കാരെയും ഒക്കെ കുറച്ചു നാൾ കൂടിയേ കാണാൻ യോഗമുള്ളൂ എന്ന് ആലോചിച്ച് ഇരിക്കുകയായിരുന്നു ഞാൻ. പറഞ്ഞിരുന്നില്ലേ 3-ാം തീയതി 10 ലക്ഷം രൂപ രാജേശ്വരിക്ക് കൊടുക്കണമെന്ന്. ഇതെല്ലാം വാതുക്കൽ നിന്ന് കേൾക്കുകയാണ് ശാരിക. നമുക്ക് വേണ്ടി സംസാരിച്ചതും വാക്ക് കൊടുത്തതും ശ്രീരഞ്ജിനിയാണ്. വാക്ക് തെറ്റിച്ചാൽ ആ കൊച്ചിനെയും കൂടി നാണം കെടുത്തലായിരിക്കും. അതിലും ഭേദം ഇവിടെ നിന്ന് ഇറങ്ങിക്കൊടുക്കുകയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അന്നേരം അവിടേക്ക് കയറിയ ശേഷം ശാരിക പറയുകയാണ്, ഏയ് അതൊന്നും വേണ്ട, അമ്മ സമാധാനമായിട്ട് ഇരിക്ക്. എന്തെങ്കിലും ഒരു വഴി ഉടനെ തെളിയും. ഇതുവരെ തെളിയാത്ത ഏത് വഴിയാടി ഇനി തെളിയാൻ പോകുന്നത്? ഒന്നും നടക്കില്ല, എനിക്കറിയാം. അന്നേരം ശാലിനി ചോദിക്കുകയാണ്, എന്തോന്നറിയാം? എന്റെ ശാരദാമ്മേ, 3-ാം തീയതിക്ക് ഇനി ഒരുപാട് ദിവസം ഉണ്ടല്ലോ. ഇപ്പോഴേ ആദ്യ പിടിച്ചും ദേഷ്യം പിടിച്ചും പ്രഷറും ഷുഗറും ഒക്കെ കൂട്ടണോ? ദേഷ്യം വന്ന് ശാരദാമ്മ പറയുകയാണ്, ആ കൂട്ടണം. അല്ലെങ്കിൽ അത് താനെ കൂടും എന്നുള്ളത് ഉറപ്പാണ്. അത് സംഭവിക്കാതിരിക്കണമെങ്കിൽ നീ 10 ലക്ഷം രൂപ ഇവിടെ എന്റെ കൺമുന്നിൽ കൊണ്ടുവയ്ക്കണം. എന്താ, സാധിക്കുമോ? ഉത്തരം പറ. അത് കേട്ട് സങ്കടപ്പെട്ട് നിൽക്കുകയാണ് ശാലിനിയും ശാരികയും. അന്നേരം അകത്തുനിന്ന് ശ്യാമ കുഞ്ഞേച്ചിന്ന് വിളിക്കുകയാണ്. ഇതൊക്കെ കണ്ട് സങ്കടപ്പെട്ട് ശാരിക ഹോട്ടലിൽ നിന്നും ഇറങ്ങി വീട്ടിലേക്ക് കയറുകയാണ്. ശാരിക കരുതുകയാണ്, അമ്മയുടെ സങ്കടത്തിന് ഒരാശ്വാസം കണ്ടെത്തണം. ഉടനെ 10 ലക്ഷം രൂപ രാജേശ്വരിക്ക് കൊടുത്തേ മതിയാകൂ. എങ്കിൽ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമാകും. റോഷ്നി പറഞ്ഞ വഴി ഒന്ന് നോക്കിയാലെന്താ? കടമായിട്ടല്ലല്ലോ, ജോലിയുടെ അഡ്വാൻസ് ആയിട്ടല്ലേ. ആദ്യം പണം കിട്ടുമോ എന്ന് നോക്കാം. അതുവരെ ആരും ഈ വിഷയം അറിയണ്ട. പിന്നീട് കാണിക്കുന്നത് രാത്രി വസുമതിയുടെ വീടാണ്. റൂമിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന വസുമതിയുടെ അടുത്തേക്ക് ചിത്ര വന്ന് ചോദിക്കുകയാണ്, അമ്മ എന്താ കിടക്കുന്നില്ലേ? അർജുനെ പറ്റി ഒരു വിവരവും ഇല്ലല്ലോടി. ഇവിടെന്ന് പോയിട്ട് ദിവസം 1 കഴിഞ്ഞു. ഫോണാണെങ്കിൽ സ്വിച്ച് ഓഫുമാണ്. ഞാനും അത് ആലോചിച്ചു അമ്മേ. ദൂരെ എവിടെയെങ്കിലും പോയതാണെങ്കിലും നമ്മളോട് പറയുന്നതാണ്. വിവാദമായ പല കേസുകളും കൈകാര്യം ചെയ്യുന്നത് കൊണ്ട് ശത്രുക്കൾക്കൊട്ടും കുറവില്ല. എനിക്കെന്തോ ഒരു ഭയവും തോന്നുന്നുണ്ട്. ഞാനത് അമ്മയോട് പറഞ്ഞില്ല എന്നേ ഉള്ളൂ. വസുമതി പറയുകയാണ്, MLA മുഖ്യമന്ത്രിയും ഒന്നും അല്ല ഞങ്ങളുടെ ശത്രു. അവൻ എന്തെങ്കിലും അപകടം സംഭവിച്ചാൽ അതിനു പിന്നിൽ ഒരാളെ കാണൂ. അത് ആരാണെന്ന് ഞാൻ പറയാതെ തന്നെ നിനക്കറിയാമല്ലോ. അറിയാം, പ്രീതി ചേച്ചിയുടെ അമ്മ. നീ ആ ഫോണിങ് എടുക്ക്. ട്രാൻസ്ഫറായി വന്ന SI ആ CI സുരേഷാണ്. നമ്മുടെ ചാലിമൂട് ഭാസ്കരേട്ടന്റെ മോൻ. ഞാൻ വിചാരിച്ചാലും ഇവിടെ ചിലത് നടക്കുമെന്ന് ആ ബ്ലേഡിന് കാണിച്ചു കൊടുക്കണം. പിന്നീട് പോലീസ് സ്റ്റേഷനിലേക്ക് ഫോൺ ചെയ്യുകയാണ് വസുമതി. ഫോൺ വിളിച്ച ശേഷം വസുമതി ചോദിക്കുകയാണ്, CI സുരേഷിനെ ഒന്ന് കിട്ടുമോ? CI സുരേഷാണ്. ആരാണ്? ആ സുരേഷ്, ഇത് ഞാനാണ് വസുമതി, അഡ്വക്കേറ്റ് അർജുൻ ശങ്കറിന്റെ അമ്മ. ആ ആന്റി, പ്രതീക്ഷിക്കാത്ത കോളാണല്ലോ. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? അർജുനുണ്ടോ അവിടെ? വർഷങ്ങളായി അവനെ ഒന്ന് കണ്ടിട്ട്. ആ, അവന്റെ കാര്യം പറയാനാണ് ഞാനിപ്പോൾ സുരേഷിനെ ഒഫീഷ്യലായിട്ട് വിളിച്ചത്. അർജുനെ ഇന്നലെ മുതൽ കാണാനില്ല. ഫോണും സ്വിച്ച് ഓഫ് ആണ്. അയ്യോ, ആണോ? സുഹൃത്തുക്കളെയും ബന്ധുക്കളുടെ വീടുമൊക്കെ അന്വേഷിച്ചോ? അതൊക്കെ ഞങ്ങൾ അന്വേഷിച്ചു കഴിഞ്ഞു. ഇനി വേണ്ടത് സുരേഷിന്റെ സഹായമാണ്. ഇന്നലെ കോടതിയിൽ നിന്നും ഇറങ്ങിയ ശേഷം അവൻ എവിടെ പോയെന്ന് ആർക്കും അറിയില്ല. എവിടെ പോയെന്ന് സുരേഷ് വേണം ഒന്ന് കണ്ടുപിടിച്ചു തരാൻ. ഇനി കേസുമായി ബന്ധപ്പെട്ട് വല്ല യാത്രയും പോയോ? അങ്ങനെയാണെങ്കിലും അവൻ ഞങ്ങളോട് പറയാതെ പോകില്ല സുരേഷേ. ഇവിടെ ഞാനും എന്റെ മോളും മാത്രമേ ഉള്ളൂ. എന്റെ സംശയം അവനെ അപകടപ്പെടുത്താൻ വേണ്ടി എന്തോ ശ്രമം ഉണ്ടായി എന്നാണ്. അങ്ങനെയാണെങ്കിൽ എത്രയും പെട്ടെന്ന് അവനെ രക്ഷിച്ചേ തീരൂ. അപകടപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ അർജുന് ശത്രുക്കൾ? കേസുമായി ബന്ധപ്പെട്ട് അവന് നിരവധി ശത്രുക്കൾ ഉണ്ട്.
പക്ഷെ അവരാരും അവനെ നേരിട്ട് തൊടാൻ ധൈര്യം കാണിക്കില്ല എന്നെനിക്ക് ഉറപ്പാണ്. അതിന് ധൈര്യമുള്ള ഒരാളെ ഉള്ളൂ ഈ നാട്ടിൽ. ആ സ്ത്രീ തന്നെയാണ് ഇത് ചെയ്തതെന്നാണ് ഞാൻ സംശയിക്കുന്നത്. അന്നേരം SI ചോദിക്കുകയാണ്, സ്ത്രീയോ? ഏത് സ്ത്രീ? അവന്റെ ഭാര്യയുടെ അമ്മ തന്നെയാണ്, ബ്ലേഡ് സത്യഭാമ. ഇത്രയുമാണ് ഇന്നത്തെ എപ്പിസോഡ് വിശേഷങ്ങൾ. ഓക്കെ, താങ്ക് യു.